കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിനും നോട്ടീസ് അയച്ച് ആദായനികുതി വകുപ്പ്. എന്നാൽ തീർപ്പാക്കിയ കേസിലാണ് നോട്ടീസ് എന്നാണ് ഡി.കെ. ശിവകുമാറിന്റെ വിശദീകരണം. നോട്ടീസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കി. നോബിൾ മാരിക്കാരനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നോബിൾ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ നോട്ടീസ്? ബിനിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിലാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി.കെ. ശിവകുമാറിന് IT ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഡി.കെ. ശിവകുമാർ തന്നെ വ്യക്തമാക്കുന്നത്. പ്രധാനമായും നേരത്തെ തീർപ്പാക്കിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതായത് നികുതി അടയ്ക്കലടക്കമുള്ള കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ നേരത്തെ നിലനിന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർത്താണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ നോട്ടീസ് എത്തിയിരിക്കുന്നത് എന്നാണ് ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കുന്നത്. ഇത് രാഷ്ട്രീയമായും അതോടൊപ്പം നിയമപരമായും നേരിടാനാണ് അദ്ദേഹം തീരുമാനം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും BJPയും കേന്ദ്ര സർക്കാരും ഭയക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് ഇപ്പോൾ വന്നത് എന്ന നിലപാട് കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. എന്താണെങ്കിലും നേരത്തെ നികുതി അടച്ചതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ ഈ നോട്ടീസ് വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ കോടതിയെ ഉൾപ്പെടെ സമീപിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ നീക്കമാണ് എന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കോൺഗ്രസിനും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഉൾപ്പെടെ IT ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനാണെങ്കിൽ 1800 കോടിക്ക് മുകളിലാണ് ഇത്തരത്തിൽ ഉറപ്പായും തെരഞ്ഞെടുപ്പ് തീയതി അടുത്തു വരികയാണ്. ഈ കേന്ദ്ര ഏജൻസികളുടെ നോട്ടീസ്, അന്വേഷണം എല്ലാം പ്രതിപക്ഷ നേതാക്കളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്.